ഇന്ത്യയുടെ പ്രസിഡന്റിനെ, ഒരു വനിത കൂടിയായ ഒരു പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് പിടിച്ചു വെച്ചിട്ട് ആ പാർലമെന്റിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ പരിസരത്തേക്ക് പോലും അടുപ്പിച്ചില്ല. ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന ഇന്ത്യയുടെ പ്രസിഡന്റിന് അവിടെ യാതൊരു പദവിയും കൊടുക്കാതെ എന്നല്ല, ആ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാതെ, ജാതീയതയെ ഞങ്ങൾ വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല, അധകൃതനൊന്നും ഈ രാജ്യത്ത് മേലാളാകാൻ ശ്രമിക്കേണ്ടതില്ല. ഇവിടെ സവർണന്റെ ഇന്ത്യ തന്നെയാണ് ഞങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. അർദ്ധനഗ്നനായ സന്യാസി പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യും. വടിയുടെ മുമ്പിൽ പ്രധാനമന്ത്രി, ദണ്ഡിന്റെ മുമ്പിൽ പ്രധാനമന്ത്രി കമന്ന് വീഴുന്ന കാഴ്ച നിങ്ങൾ കാണും. നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞോണ്ട് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ, ഇങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങളെ സൃഷ്ടിച്ച അവിടെ ഇസ്ലാം ഉണ്ടെങ്കിൽ ഈ പാവത്തുങ്ങൾക്ക് വിമോചനം കിട്ടുമെന്നറിയാം. എത്രയോ ദൂരം വഴിമാറി നിൽക്കും ഒരേഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തണഞ്ഞിടാം, ചുറ്റും പേടിക്കേണ്ട തമ്പുരാരെ. കുമാരനാശാന ഇത് പാടുന്ന മുസ്ലിങ്ങളല്ല. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഒരു ചെറുമൻ പോയിട്ട് തമ്പ്രാന്റെ ഇല്ലത്തിന്റെ പരിസരത്തേക്ക് അടുക്കാൻ പറ്റാത്ത, തെരുവിൽ വഴി നടക്കാൻ പാടില്ലാത്ത ഒരു ചെറുമൻ പുലയൻ പോയിട്ട് പൊന്നാനി പോയി മുസ്ലിമായി ഒരു തൊപ്പിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഏത് തമ്പ്രാന്റെ ഇല്ലത്താണോ ഇന്നലെ കേറി കൂടാതിരുന്നത് ആ തമ്പ്രാന്റെ ഇല്ലത്ത് അനുവാദം ചോദിക്കാതെ കേറിപ്പോകാം. കാരണം അവൻ മുസൽമാനാണ്, മുഹമ്മദീയനാണെന്നുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. ഇത്ര സുലഭവും സ്വാതന്ത്ര്യവുമായി സിദ്ധിക്കും, ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളോരിങ്ങ ശ്രേയസുപേക്ഷിച്ച് മേവുമോ കൂട്ടരെ ജാതി ജയിലിൽ എന്ന് ആ മഹാനായ കുമാരനാശാൻ പാടിയ അത്തരത്തിലുള്ള ഒരു സവർണന്റെ ആധിപത്യം വാഴുന്ന ആ ഇന്ത്യ തന്നെയാണ് ഇന്ന് ഞങ്ങളുടെ സ്വപ്നം. രാജ്യം, ലോകം പുരോഗമന കാലത്തേക്ക് 21ാം നൂറ്റാണ്ടിലേക്ക് കുതിച്ചു എന്നുള്ളത് ഞങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല എന്ന് ഇത്രയ്ക്ക് പച്ചയായി കാട്ടിത്തരാൻ യാതൊരു മടിയുമില്ലാത്ത അധികാരി വർഗങ്ങൾ നമ്മുടെ ഇടയിൽ വിള്ളലുണ്ടാക്കി. ഇന്നലകളിൽ ബ്രിട്ടീഷുകാരെ പോലെ നാം കനി പോലെ നിധി പോലെ കാത്തുവെച്ച മുറിക്കാത്ത ഇന്ത്യയെ മുറിച്ച് എത്രയോ വട്ടം മുറിച്ചു മാറ്റിയവർ ഇനിയും വേണമെങ്കിൽ ഒരു വിഭജനത്തിനു കൂടി മണ്ണൊരുക്കിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വിള്ളലുണ്ടാക്കി കഴിഞ്ഞു. लश्कर सिद्क़ा वफ़ा का पे